₹45 കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുടി കളർ ചെയ്യാം ഗൈസ്. അതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ പറയുന്നത്. പാർലറിലൊക്കെ ചെന്നിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോഴും ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാലും ഹെയർ കളറിങ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന അതേ എഫക്ട് തന്നെയാണ് ഈ ഒരു മെത്തേഡിലൂടെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോണത്. 100% എഫക്റ്റീവ് ആണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്യാറുള്ളതാണ് ഈ ഒരു റെമഡി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. എന്റെ ഇപ്പോഴത്തെ മുടിയുടെ കളർ നിങ്ങൾ കണ്ടല്ലോ, എക്സ്ട്രീംലി ബ്ലാക്ക് ആണ് കേട്ടോ. ഇതാണ് നമ്മൾ ഗോൾഡൻ ഷെയ്ഡിലേക്ക് അല്ലെങ്കിൽ ഒരു ബർഗണ്ടി ഷെയ്ഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോണത്. ഇന്ന് യൂസ് ചെയ്യുന്നത് ഫെമ്മിന്റെ ബ്ലീച്ച് യൂസ് ചെയ്തിട്ടാണ്, ഫേസ് ബ്ലീച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെയർ ബ്ലീച്ചിങ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത്. ആക്ച്വലി ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ബ്ലീച്ചിങ് എന്ന് പറയുന്നതായിരിക്കും കേട്ടോ ശരി. ഹെയർ കളറിങ് എന്ന് പറയുമ്പോൾ അത്ര അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. ഹെയർ ബ്ലീച്ചിങ് ആണ് ആക്ച്വലി ഇത് സയന്റിഫിക്കലി ഇതിന് പറ്റുന്ന ഒരു ടേം എന്ന് പറയുന്നത് കേട്ടോ. എന്റെ ഹെയറിന്റെ കളർ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, ബ്ലാക്ക് ആണ് കേട്ടോ, കട്ട ബ്ലാക്ക് ആണ്. ഇതിന്ന് നമ്മൾ എന്ത് ചെയ്യും, എന്നാ ചെയ്യും, കട്ട ഗോൾഡൻ കളറിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ഇത് ഒരു റെസ്ട്രിക്ഷൻ പോലെ പറയാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസ്ക്ലൈമർ പോലെ പറയാൻ വേണ്ടിയിട്ടുള്ളത്, കുഞ്ഞ് ഏജിലുള്ള പിള്ളേരൊന്നും ഇത് യൂസ് ചെയ്യരുത്. അതായത് 18 ഏജ് എബവ് ഉള്ള ആൾക്കാർ മാത്രം ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബോത്ത് ബോയ്സ്, ഗേൾസ്, ഫീമെയിൽസ്, മെയിൽസ് എല്ലാവർക്കും യൂസ് ചെയ്യാം. 18 ഏജ് ബിലോ ഉള്ള ആൾക്കാർ ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. ഫേസിലായാലും ഹെയറിലായാലും ഒരിക്കലും യൂസ് ചെയ്യരുത് ഗൈസ്. കാരണം നിങ്ങളുടെ കാര്യം പോക്കായിരിക്കും ഇത് നിങ്ങൾ എങ്ങാനും 18 ഏജ് അബോ മീൻസ് ബിലോ യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ. സോ ഗൈസ്, അപ്പൊ നമുക്ക് പ്രൊസീജിയറിലേക്ക് കടക്കാം. സോ ഇതാണ് ഫെമ്മിന്റെ ഗോൾഡ് ബ്ലീച്ച് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫെമ്മിന്റെ ഏത് ബ്ലീച്ച് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഡയമണ്ട് ഉണ്ട്, പേൾ ഉണ്ട്, അങ്ങനെ കുറെ കാറ്റഗറീസ് വരുന്നുണ്ട് കേട്ടോ. ഓരോന്നിന്റെയും നമ്മൾ സെലക്ട് ചെയ്യുന്ന കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മുടെ ഹെയറിൽ കളറിൽ വരുന്ന ഷെയ്ഡിലും ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഒരു ഗോൾഡിഷ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിൽ മാറും ഗൈസ്. ഗോൾഡ് ഞാൻ ഫസ്റ്റിൽ കാണിച്ചെന്ന ആ ഒരു സെറ്റിൽ തമ്പിലൊക്കെ കാണിച്ചിട്ടില്ലേ, ആ ഒരു ഹെയറിലേക്ക് മാറും. അതായത് വെയിലത്തൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാടംപൂച്ച ഇല്ലേ, കാടംപൂച്ചന്റെ ഗോൾഡൻ മുടി അതേപോലെയാണ് കിടക്കുക. അപ്പം ഇനിയിപ്പം നിങ്ങൾ സാഫ്രോണിന്റെ ഫെമ്മാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതൊരു റെഡ് കിട്ടോ. മീൻസ് കുറെ ഇംഗ്ലീഷുകാരുടെ മുടി, മീൻസ് ഇംഗ്ലീഷിലെ സൂപ്പർ വുമൻസിന്റെ മുടിയൊക്കെ കണ്ടിട്ടില്ല, റെഡ് കളർ ആവഞ്ചേഴ്സിലൊക്കെ ഉള്ള ആ കട്ട റെഡിലേക്കാണ് പോവുക. പക്ഷെ ആ റെഡ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. മീൻസ് ആക്ച്വലി കാരണം എനിക്ക് തീരെ ഇഷ്ടമല്ല, അതെനിക്ക് ഷെയ്ഡ് ചേരാത്ത പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഗൈസ്, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇങ്ങനെ ഒരു സ്പാച്ചില് കിട്ടും, ഇങ്ങനെ ഒരു പൗഡർ കിട്ടും, അതിന്റെ കൂടെ ഹൈലൈറ്റിംഗ് പൗഡർ കിട്ടും, പിന്നെ ഒരു സ്പാച്ചില് ഒരു ചെറുത് കൂടി കിട്ടും, പിന്നെ ഡിസ്ക്ലൈമർ ബോക്സ്. ഈ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, തമിഴിൽ, തെലുങ്കിൽ എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൽ കൊടുത്തേക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു യൂസ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ കെയർ ഒക്കെയാണ് അതിനകത്ത് കൊടുത്തേക്കണേ കേട്ടോ. അത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ട പ്രൊസീജിയർ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വരുന്ന ഈ ഒരു ക്രീമിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യുക. അതിലേക്ക് ഈ ഹൈലൈറ്റിംഗ് പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു പിഞ്ചോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി പൊടിക്ക് അങ്ങനെ ഒന്നല്ല ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, കംപ്ലീറ്റ്ലി ആഡ് ചെയ്ത് കൊടുക്കാം. എങ്കിലേ കറക്റ്റ് ആ ഒരു ഹൈലൈറ്റിംഗ് എഫക്ട്, ആ ഒരു ബ്ലീച്ചിങ് എഫക്ട് ഹെയറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ കംപ്ലീറ്റ്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു നോട്ട് ദ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്ന അന്നേരം നിങ്ങൾ എടുത്ത് ബ്ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് 6 മണിക്കൂർ മുന്നേ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത് അന്നേരം തന്നെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കംപ്ലീറ്റ്ലി ഹൈലൈറ്റിംഗ് പൗഡർ ആ ഒരു ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇതിന്റെ വലിയ ബോക്സ് ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാം. ഞാനിപ്പം തൽക്കാലം മുടിയുടെ എൻഡില്ലേ ആ ഒരു ഏരിയ മാത്രം ഹൈലൈറ്റ് ചെയ്യണുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുഞ്ഞു ബോക്സ് മേടിച്ചേക്കണേ. വലിയ ബോക്സിന് 100 അബവ് ഉണ്ട് പ്രൈസ്, അങ്ങനെ വരുന്നുണ്ട്. ഈ എൻഡിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു വൃത്തി, ഒരു ക്ലീൻ ലുക്ക് എനിക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ടാണ് എൻഡിൽ മാത്രമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. കാരണം ഹൈലൈറ്റിംഗ് പൗഡർ ആ ഒരു ക്രീമിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് വരണം, എങ്കിലേ ആ കറക്റ്റ് ആ ഒരു എഫക്റ്റീവ്നെസ് ഒക്കെ കിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലാക്കരുത്, ഇറിറ്റേഷൻ വരും. ഓൺലി ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. ആൻഡ് ഞാൻ ഓൾ ഓവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 5-6 മണിക്കൂർ, അതായത് ഏറ്റവും നല്ല എന്താ പറയുക, നിങ്ങൾ നൈറ്റ് ഉറങ്ങാൻ പോകുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയുന്നതായിരിക്കും. ആൻഡ് ആഫ്റ്റർ റിസൾട്ട് ഇതാണ്.
പക്ക ഗൈസ്. എനിക്ക് എന്ത് ഇഷ്ടം അറിയോ ഈ ഒരു ഷെയ്ഡ്. അതുകൊണ്ടാണ് ഞാൻ ഗോൾഡന്റെ മേടിച്ച് യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ഓഫ് ഫെം നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഫെം തന്നെ യൂസ് ചെയ്യാം കേട്ടോ, കാരണം ഫെം ആണ് സേഫ്. ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഫെം ആണ് സേഫ്. സോ ഗൈസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.